ഇപ്രാവശ്യം വളരെ വെറൈറ്റി ആയിട്ട് നമ്മളുടെ +2കാരുടെ എക്സാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് സോഷ്യോളജി പരീക്ഷയിലൂടെയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ എക്സൈറ്റ്മെന്റിലാണെന്നുള്ളത് അറിയാം. എക്സൈറ്റ്മെന്റ് ആണോ പേടിയാണോ എന്താന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോഷ്യോളജി അത്ര ഭീകരനൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വളരെ സിമ്പിളാണ്. അതിനൊന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്കും വാങ്ങി പോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇനി എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. അതായത് എസ്സേ ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ 5 മാർക്സ് ക്വസ്റ്റ്യൻസ് എന്താണ്, ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾ കാണുക. പിന്നെ ഞാൻ ഓരോ ചാപ്റ്റർ വൈസുള്ള വെയിറ്റേജ് കൂടെ പറഞ്ഞു തരാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്ററിനും എത്ര മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കണം, ഏതൊക്കെ രീതിയിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കണം എന്നറിയാനാണ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഒക്കെ പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ കൂടെ തന്നെ ഏത് ചാപ്റ്ററാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ സോഷ്യോളജിയെ എങ്ങനെ നമ്മൾ സമീപിക്കണം, അതായത് ഒട്ടും പെരുങ്ങാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സോഷ്യോളജിയെ സമീപിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നൊക്കെയാണ് ഇപ്പം ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ജസ്റ്റ് വെയിറ്റേജ് ഒക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഒരുപാട് വീഡിയോസും ലൈവ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ എക്സാം തന്നെ നിങ്ങൾക്കറിയാലേ, ഫസ്റ്റ് എക്സാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എന്താവും, വളരെ ഓട്ടോമാറ്റിക്കലി അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് ആദ്യത്തെ എക്സാം നന്നായിട്ട് തന്നെ എഴുതാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അതിപ്പോൾ ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഓണം എക്സാം ആയിക്കോട്ടെ, ഇപ്പോൾ മോഡൽ എക്സാം, പബ്ലിക് എക്സാം, ഏത് എക്സാമിനാണെങ്കിലും ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുണ്ടാവും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നിർബന്ധമാണ്. കാരണം അത് എസ്സേ ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കണമെന്നില്ല. ഒന്നുകിൽ ഷോർട്ട് എസ്സേ ആവാം, ഇല്ലെങ്കിൽ 2 മാർക്കോ 3 മാർക്കോ ഒക്കെ ആയിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പഠിക്കാതിരിക്കരുത്. ആ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു എക്സാമിന് 5 മാർക്കോളമാണ് നമുക്ക് എന്തിൽ പറയുന്നത്, ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് 5 മാർക്കോളമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്ന വെയിറ്റേജ്. ഇനി നമുക്കറിയാലോ ഡെമോഗ്രഫിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ വലിയ ചാപ്റ്ററാണ്. അത് ഒരുപാട് കണ്ടന്റ് പഠിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 8 മാർക്കാണ് അതിൻ്റെ സ്കോർ വെയിറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ടേം ആണെങ്കിലും അതിന് ഫോക്കസ് കൊടുക്കാതിരിക്കരുത്. ആദ്യ ഭാഗത്ത് നിന്നും നിശ്ചിത ശതമാനം, ഒരു 40%, 35% ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടുന്ന് വരും, ആദ്യ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അത് നിങ്ങൾ പാടെ എന്ത് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ആദ്യ ഭാഗം നിങ്ങൾ ഒരു കാരണവശാലും പാടെ വായിക്കാതെ പോവുകയോ, അതായത് കഴിഞ്ഞ എക്സാമിന് പഠിച്ചതല്ലേ എന്ന് വിചാരിച്ച് തൊടാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ആദ്യത്തെ ഭാഗത്ത് നിന്നും കൃത്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആദ്യ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യരുത്, അത് വിട്ട് കളയരുത്. പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററിന് ഏകദേശം 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഒരു ഏകദേശമാണ്. ഏകദേശം 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നാലാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 5-ാമത്തെയും 6-ാമത്തെയും ചാപ്റ്റർ അറിയാലോ, നമുക്ക് ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. സിവിൽ സൊസൈറ്റി, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ അതുപോലെ ഒരുപാട് ഇനീക്വാലിറ്റീസിനെ കുറിച്ചൊക്കെ ഒരുപാട്, സോഷ്യൽ എക്സ്ക്ലൂഷൻ, അൺടച്ചബിലിറ്റി, ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കാതെ പോകരുത്. പക്ഷേ നമ്മൾ എന്തിനു ഫോക്കസ് കൂടുതൽ കൊടുക്കണം, സെക്കൻഡ് ടേം ആയതുകൊണ്ട് നമ്മൾ ആദ്യമായി പഠിക്കുന്ന സെക്കൻഡ് പാർട്ടിന് നിങ്ങൾ ഫോക്കസ് കൊടുക്കണം. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഓണം എക്സാമിന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനി നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യണം. ഓൾറെഡി എഴുതി വെച്ച നോട്ടുകൾ, ഓണം എക്സാമിന് ഞാൻ പറഞ്ഞിരുന്നു ഷോർട്ട് നോട്ടൊക്കെ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അത്തരം ഷോർട്ട് നോട്ടൊക്കെ കയ്യിലുള്ള ആളുകൾ അതിലൂടെ കടന്നു പോവുക. കൃത്യമായിട്ട് ഈ ഭാഗങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നമ്മളുടെ സെക്കൻഡ് പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു സെക്കൻഡ് പാർട്ടിലെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. ഇതിൽ ഏത് ഭാഗം നന്നായിട്ട് പഠിക്കണം എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അനുസരിച്ച് നിങ്ങൾ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ കൾച്ചറൽ ചേഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് 8 മാർക്ക് നല്ല വെയിറ്റേജിലാണ് കേട്ടോ. നമുക്ക് കൾച്ചറൽ ചേഞ്ചിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം, എസ്സേ വരെ പ്രതീക്ഷിക്കാം. നല്ല വെയിറ്റേജിലുള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെയാണ് സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത്. കറക്റ്റ് 8 മാർക്കിൽ നിന്ന് ചോദ്യം വന്നിട്ടില്ലെങ്കിലും എന്തായാലും നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്ററാണ് 2.3 എന്ന് പറയുന്നത്. 2.4 ആണെങ്കിൽ റൂറൽ സൊസൈറ്റിയിലും 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അർബൻ സൊസൈറ്റിയിലാണെങ്കിലും അതുപോലെ തന്നെ എത്ര മാർക്കിനാണ്, 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ പഠിക്കാനില്ല. ഇത്രയും പോർഷൻസ് ആണ് നമ്മളുടെ എന്തിനുള്ളത്, ഇത്രയും പോർഷൻസ് ആണ് നമ്മളുടെ ക്രിസ്മസ് എക്സാമിനുള്ളത്. ഇത് പിന്നീട് അങ്ങോട്ട് പബ്ലിക് എക്സാമിൻ്റെ പോർഷൻസ് ആണ്, താഴത്തെ 3 ചാപ്റ്റേഴ്സ്. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക.
ഈ റൂറൽ സൊസൈറ്റിയിൽ ഇവിടെയാണ് നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്? ഗ്രീൻ റവല്യൂഷൻ ഒക്കെ പഠിക്കാനുണ്ടല്ലോ റൂറൽ സൊസൈറ്റിയിൽ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമുക്ക് ക്വസ്റ്റ്യന് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ റൂറൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഗ്രാമീണ സമൂഹങ്ങളിലെ മാറ്റവും വികസനവും, സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത് ഇവിടെയാണ് പഞ്ചായത്തി രാജിന്റെ ചാപ്റ്റർ ഒക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നല്ല വെയിറ്റേജ് ഉണ്ട്. വാൻ പഞ്ചായത്ത്, അങ്ങനെ ഒരുപാട് ന്യായ പഞ്ചായത്തൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഭാഗത്തിന് നന്നായിട്ട് വെയിറ്റേജ് ഉണ്ട്. നേരത്തെ നമ്മൾ എസ്എ ടോപ്പിക്സിലൊക്കെ കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ കാണുക. അപ്പോൾ അതിൽ മനസ്സിലാവും ഇതിലൊക്കെ ഏത് ടോപ്പിക്സ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത്. ഇതാണ് നമ്മളുടെ സെക്കൻഡ് പാർട്ട്, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇത്രയും വെയിറ്റേജ് ആണ് നമുക്ക് നമ്മളുടെ ചാപ്റ്റർ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ സോഷ്യോളജി പ്രിപ്പയർ ചെയ്യണം എന്നുള്ള സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നുമില്ല, വായിക്കുക. വായിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നോട്ട്സ് വെച്ചുകൊണ്ട്, നോട്ട് പുസ്തകത്തിലെ നോട്ട്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ്സ് പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് ഞാൻ നിർബന്ധം പറയാറുണ്ട്. അത് പരീക്ഷൻ്റെ തലേന്നല്ല അതൊന്നും ചെയ്യേണ്ടത്, അതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പരീക്ഷൻ്റെ തലേന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. എഴുതി നോക്കണം. ഓക്കെ, അത് ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക. പിന്നെ റിവിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണേ. ഇപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഞാനൊരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, പിന്നെ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത എക്സാം സീസണിലാണ് ആ ചാപ്റ്റർ വീണ്ടും എടുത്ത് നോക്കുന്നെങ്കിൽ എനിക്കും എന്ത് ചെയ്യാറുണ്ട്? ചില കാര്യങ്ങൾ മറന്നു പോകാറുണ്ട്. ചിലത് എന്താണെന്നുള്ളത് ഓർമ്മയിലുണ്ടാവും, പക്ഷെ പെട്ടെന്ന് കിട്ടില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും എന്തല്ല നമ്മളുടെ പ്രശ്നമല്ല, ഇതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഈ നിത്യമായിട്ട് മറന്നു പോകാതിരിക്കാൻ അല്ലെങ്കിൽ എന്നേക്കോ ആയിട്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇടയ്ക്ക് എന്ത് ചെയ്യണം? ഇടയ്ക്ക് ഒന്നെടുത്ത് പൊടി തട്ടി വെക്കണം, അഥവാ ഒന്ന് റിവിഷൻ നടത്തി റിവൈസ് ചെയ്ത് വെക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ റിപ്പീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ വീണ്ടും വീണ്ടും വായിക്കുക, വീണ്ടും എഴുതി നോക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക. ഇത് തന്നെ എന്തിലും വഴിയുള്ളൂ. നമ്മുടെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ ഒരു പരിധി വരെ പഠിക്കാൻ നമുക്കിത് തന്നെ വഴിയുള്ളൂ. അപ്പോൾ വായിക്കുക, നന്നായിട്ട് വായിക്കുക. ഇപ്പം നിങ്ങളൊരു 2 പേജ് വായിച്ചു കഴിഞ്ഞാൽ 1 പേജിലുള്ള കാര്യങ്ങളെങ്കിലും മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതായത് വീണ്ടും എഴുതി നോക്കുമ്പോൾ ചിലപ്പോൾ 1 പേജിലേക്കുള്ള കാര്യങ്ങളെ ചിലപ്പോൾ നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും വായിക്കണം. അതാണ് നമ്മളുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വായിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് എല്ലാ പാഠഭാഗങ്ങളും വായിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സിലൂടെയും കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ എല്ലാ പ്രധാന ആശയങ്ങളും ഉച്ചത്തിൽ, അതായത് നല്ല ലൗഡായിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കി ഒച്ചത്തിൽ വായിക്കാൻ നോക്കിട്ടോ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ സൗണ്ട് എടുത്തുകൊണ്ട് അല്ലെ കുറച്ചൊരു ഒച്ചത്തിൽ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് കുറച്ചുകൂടിയും ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എൻ്റെ ഒരു കേസിലാണ് എനിക്കൊക്കെ ഈ സൈലന്റ് റീഡിങ്ങിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റ് ആയിട്ട് തോന്നാറുള്ളത് നമ്മൾ കുറച്ച് ശബ്ദം ഉയർത്തി വായിക്കുമ്പോഴാണ് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവുന്നത് പോലെ. അപ്പോൾ എല്ലാം ഇങ്ങനെ സൗണ്ട് എടുത്ത് വായിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വായനേൻ്റെ ഇടയിൽ മനസ്സിലാവാത്ത ഏതെങ്കിലും കൺസെപ്റ്റ് വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ഒച്ചത്തിലൊക്കെ ഒന്ന് വായിച്ചു വെക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് ഏറ്റവും നല്ല മെത്തേഡാണ് കേട്ടോ. വീട്ടിൽ പാരൻസിനോ അല്ലെങ്കിൽ അനിയനോ ചേച്ചിക്കോ ചേട്ടന്മാർക്കോ ആർക്കെങ്കിലും എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി എന്ത് ചെയ്യും? ഓർമ്മയിൽ നിൽക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ആരും നിങ്ങളെ കേൾക്കാനിരിക്കുന്നില്ലെങ്കിൽ കണ്ണാടിയോടോ മേശയോടോ കസാരയോടോ ആരെങ്കിലും ഒരാളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി വെക്കുന്നതും നിങ്ങൾക്ക് അത് ഒരുപാട് സഹായിക്കും. പിന്നെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് റിവൈസ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾ ആദ്യത്തെ പരീക്ഷ ഉദ്ദേശിക്കുന്നത് ക്രിസ്മസ് എക്സാമിലെ ഫസ്റ്റ് എക്സാം സോഷ്യോളജി ആയതുകൊണ്ട് തന്നെ അത് എഴുതാൻ വിടുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.